ഏതിലായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് മനസ്സിലാകുന്നത്? പാർട്ടിക്ക് ഇപ്പൊ പോലീസ് ഇന്ന് കേസെടുത്തിട്ടുണ്ട്, ഒന്നത്. രണ്ട്, പാർട്ടി സെക്രട്ടറി കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ വരെ മലപ്പുറത്തെ പാർട്ടി പാവമാണ് എന്ന് പറഞ്ഞ അൻവർ പാർട്ടിക്കെതിരെ, ജില്ലയിലെ പാർട്ടിക്കെതിരെ എന്ത് പറയും എന്നുള്ളത് കൂടി അവിടുത്തെ ആളുകൾക്ക് കേൾക്കേണ്ടി വരും. അപ്പം ഏത് കാര്യത്തിലേക്കാണ് ADGP മറ്റൊരു വശത്തുണ്ട്, ഏത് കാര്യത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, ഇല്ലെങ്കിൽ എന്തൊക്കെ തെളിവുകൾ പുറത്തുവിടാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് തടസ്സം നിന്നു. അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട തെളിവുകൾ പുറത്തുവിടും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ EN മോഹൻദാസ് ഒരു വർഗീയവാദിയാണ്, RSS ആണ് എന്ന തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടോ? അത് അങ്ങനെയെങ്കിൽ അത് വലിയൊരു സ്ഫോടനാത്മകമായ കാര്യമായിരിക്കും. കാരണം ഈ CPMന്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഈ RSSന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊരു ആരോപണത്തിനപ്പുറം അദ്ദേഹം എന്തെങ്കിലും ഒരു തെളിവ് ഈ പൊതുസമൂഹത്തിന് മുൻപിൽ വെക്കുകയാണെങ്കിൽ അത് വലിയ ഒരു ചർച്ചകൾക്ക് വഴിവെക്കും. അതോടൊപ്പം തന്നെ ഈ അദ്ദേഹത്തിനെതിരെ നിലവിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ PV അൻവർ പറയുന്നത് താൻ ഈ പുറത്തുനിന്ന് പോലീസോ ഇല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ചെയ്യുന്നത് പോലെ ഒരു ഉപകരണം വെച്ച് മറ്റ് രണ്ടുപേർ സംസാരിക്കുന്ന ഫോൺ ചോർത്തുകയല്ല ചെയ്തത്. ഈ താൻ വിളിക്കുന്ന ഫോണും തന്റെ ഫോണിലേക്ക് വരുന്ന കോളുകളും ഈ റെക്കോർഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അത് കോടതിയിൽ നിൽക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ എവിടുന്ന് വരുന്നതാ? വേങ്ങര. LDFന്റെ വേങ്ങര മണ്ഡലം ജോർജ് മീലർ. LDFന്റെ വേങ്ങര മണ്ഡലം ജോർജ് മീലർ. ഏതാ? CPM CPI? അല്ല, INL. ഇപ്പോ ഈ നിങ്ങളുടെ LDFന് എതിരെയാണ് അദ്ദേഹം? അല്ലല്ല, നമ്മൾ LDFന് എതിരാണ്. പക്ഷേ പാർട്ടിക്കാരനെ നമ്മൾ കേൾക്കുള്ളൂ. ഞങ്ങളെ പാർട്ടിക്കാരന് INLോട് ആലോചിച്ചാണോ വന്നത്? അല്ല, INLോട് പാർട്ടി വ്യക്തിപരമായി ബന്ധപ്പെട്ട് പ്രശ്നമില്ലാറുണ്ട്. അൻവർ പറയുന്ന കാര്യങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം? 100% യോജിപ്പ്. തിരുവനന്തപുരത്ത് ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ സാജിദ്, അവിടെ സുരക്ഷ എത്രത്തോളം ശക്തമാണ്? കാരണം ഒരു സംഘർഷ സാധ്യതയുണ്ട്, സഖാക്കളെല്ലാവരും അസംതൃപ്തരാണ്, ഈ പരിപാടി നടക്കുന്നതിനോട് പോലും വലിയ വിയോജിപ്പ് സ്ഥലത്തുണ്ട്. അപ്പോൾ എത്രത്തോളം സുരക്ഷയുണ്ട്? ഇതന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ഈ ഞാനിപ്പോൾ സംസാരിക്കുന്ന വ്യക്തി ഈ വേങ്ങര നിയോജക മണ്ഡലം LDFന്റെ ജോയിന്റ് കൺവീനറാണ്, ഒരു പ്രധാന പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം എന്ന് തോന്നുന്നു. ഈ സുരക്ഷാ പോലീസ് കൃത്യമായി തന്നെ ഉണ്ട്. വനിതാ പോലീസും മറ്റ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരും സ്പെഷ്യൽ ബ്രാഞ്ചും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ചോദിച്ചു വന്നത്, ഇപ്പോൾ സർക്കാരിനെതിരെ LDFനെതിരെയൊക്കെയാണ് അൻവർ പറയുന്നത്. താങ്കൾ ഒരു നിയോജക മണ്ഡലത്തിന്, വേങ്ങര നിയോജക മണ്ഡലത്തിന് LDFന്റെ ഒരു ഭാരവാഹിയാണ്. അപ്പോ താങ്കൾ ഈ സർക്കാരിനെതിരെ പ്രസംഗിക്കുന്ന ഒരു പരിപാടിക്ക് ഇങ്ങനെ പബ്ലിക്കായിട്ട് വരുന്നതിൽ എന്തെങ്കിലും പ്രശ്നം മുന്നണിക്കകത്ത് ഉണ്ടാകുമോ? അത് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ എന്തുണ്ടായാലും പ്രശ്നമില്ല. ഈ അൻവർ ഇപ്പോൾ ഉയർത്തുന്ന പ്രശ്നങ്ങളോട് യോജിപ്പാണ്. പ്രൊഫസർ AP അബ്ദുൽ ഹാബി ചോദിച്ചാ പോകുന്നത്. അദ്ദേഹം അനുമതി തന്നു. അദ്ദേഹം നിങ്ങൾ വ്യക്തിപരമായി ഞങ്ങളുടെ കൊടിയൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. ശരി, അൻവർ നമ്മളെ പാർട്ടിക്കാരനല്ല, അത് വേറെ വിഷയം. നിങ്ങൾ INL ഇപ്പോ രണ്ട് വിഭാഗമായിട്ടുണ്ടല്ലോ. ഇപ്പൊ അൻവർ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ അതിനൊപ്പം നിങ്ങളുടെ പാർട്ടി നിൽക്കുമോ? അത് പറയാൻ പറ്റില്ല. ഞാനൊരു സ്ഥാന മണ്ഡലം ഭാരവാഹിയാണ്, സംസ്ഥാന കൗൺസിലർ വേങ്ങര മണ്ഡലത്തിൽ നിന്നുള്ള. പൊതുവെ INLന് ഈ നേരത്തെ നിങ്ങളുടെ ആൾക്കാർ വരും ഒക്കെ ഇതിനോട് സപ്പോർട്ടായിട്ട് പിണറായി വിജയന്റെ നിലപാടിനോട് യോജിക്കാത്ത ആൾക്കാരാണ്. LDFന്റെ ഭാഗമായ INLന്റെ പ്രതിനിധിയാണ് അവിടെ. അൻവർ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വന്നിരിക്കുന്നത്. പാർട്ടിയുടെ ഭാഗമാകുമോ എന്നൊക്കെയുള്ള ചോദ്യത്തിന് അദ്ദേഹം ഇപ്പോൾ പറയാനാകില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.